and welcome to Comedy Masters. Hi Shweta ചേച്ചി. Hello ചിരിക്കൂട്ടം. പ്രശ്നമായ കൈപൊക്കിയത് പൊക്കിയല്ല നോബി ചേട്ടൻ്റെ. അദ്ദേഹം ഇന്നലെ രാത്രി മുതലേ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ ഞാനൊരു വലിയ ബോംബ് ഐറ്റമായിട്ട് വരും, അതുകൊണ്ട് അതിന്റെ പ്രിപ്പറേഷനിലാണ് ഞാൻ. സമയമാകുമ്പോൾ വന്നോളാം, നിങ്ങൾ എന്നെ കുറിച്ച് അന്വേഷിക്കണ്ട, ഞാൻ വന്നോളും. എന്നാ ശരി, നോബി ചേട്ടനല്ലേ ഗ്യാരണ്ടി എന്തായാലും എത്തിക്കോളും. അപ്പൊ എന്തായാലും പ്രേക്ഷകരെ നമുക്ക് നമ്മുടെ എപ്പിസോഡ് ഇവിടെ കിടിലായിട്ട് ആരംഭിക്കാം. അതിന്റെ മുമ്പ് ആസ് യു ക്യാൻ സി നമ്മുടെ ആ സൈഡ് വേക്കന്റ് ആയിട്ട് ഇരിക്കുകയാണ്. സൗണ്ട് ഒരു ശബ്ദം വൈബ് കുറവുണ്ട്. ഒരു ചെറിയ ഗസ്റ്റിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ആരായിരിക്കും വരാൻ പോകുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ? സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരായിരിക്കും ആണ്. അതായത് നമ്മളെ പോലെ തന്നെ നമ്മളെക്കാൾ ഒരു പക്ഷെ കിടിലമായിട്ട് നിൽക്കുന്ന സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ട് നിൽക്കുന്ന കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ്. ശ്വേതജി റെഡിയാണോ? പിന്നെ അങ്ങനെയാണെങ്കിൽ പ്രേക്ഷകരെ ഇന്നത്തെ നമ്മുടെ നാട്ടുകൂട്ടങ്ങളെ കാണാം. ആൻഡ് ഹിയർ ദേ ആർ. പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് പെട്ടെന്ന് ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഹലോ അളിയാ, അവിടെ നിന്ന് തുടങ്ങിക്കോ. എന്റെ പേര് അച്ചു, ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു. ചേട്ടാ അക്കൗണ്ട് പേര് യാക്കി. ഓ AAKI ആക്കി. വൈ എക്സ്പ്രഷൻ കിങ്. ഏയ് ഞാൻ കണ്ടിട്ടുണ്ട് ഈ എക്സ്പ്രഷൻ കിങ്ങിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ നെക്സ്റ്റ്. ഹായ്, എന്റെ പേര് ബിച്ചു. അത് ഇൻസ്റ്റൈഡിയാണ്. ഒഫീഷ്യൽ നെയിം പ്രണവ് എന്നാണ്. ഇൻസ്റ്റയിൽ ഇങ്ങനെ കണ്ടന്റ് ബേസ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അച്ചുവിന്റെ അടുത്ത് ബിച്ചുവിന്റെ അടുത്ത് റോച്ചു. നമുക്ക് ഇനി റോച്ചു എന്ന് വിളിക്കാമല്ലോ, അതാണ്. ഓക്കെ നെക്സ്റ്റ് രോഹിത്. ഹായ്, സ്ഥലം എവിടെയാ? എന്റെ പേര് രോഹിത്, ഞാൻ വരുന്നത് മലപ്പുറം രാമപുരത്ത് നിന്നാണ്. ഡാൻസ് കണ്ടന്റ് ആണ് ചെയ്യണത്. ഒരു ഡൗട്ട് നോക്കട്ടെ. ക്ലാസ് ഇല്ല. ശരി ശരി, നോക്കി മനസ്സിലായി. ഡാൻസ് പരിപാടി കിട്ടാൻ പോകുന്നു. സൂപ്പർ. ഹായ്, എന്റെ പേര് അനന്ത് ജയകുമാർ എന്നാണ്. ഞാൻ ട്രിവാൻഡ്രം കാട്ടാക്കടയാണ് താമസിക്കുന്നത്. ഓക്കെ, അനന്തു എങ്ങനത്തെ കണ്ടന്റാ ചെയ്യുന്നേ? ഞാൻ ഡാൻസ് ചലഞ്ചറാണ്. അതായത് കമന്റ്സ് വഴി ആൾക്കാർ പറയുന്ന സോങ്സ് അതിനെ ഏറ്റെടുത്ത് കളിച്ച് ഇടും. എന്റെ ഇൻസ്റ്റാ നെയിം അനന്ത് ഒഫീഷ്യൽ എന്നാണ്. എന്റെ പേര് ലില്ലി എന്നാണ്. ലില്ലി. അതെ, ശരിക്കുള്ള പേര് ആക്ച്വലി ഞാൻ 5 വർഷമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ എന്റെ പേര് ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. പുറത്ത് പറയാൻ മടിക്കുന്ന പേരുകളിൽ ഒന്നാണ് അഖില്, രാഹുല്, അരുണ്, വിഷ്ണു, എന്റെ വീട്ടിലെ പേരെന്തോന്ന്? ചിന്നു. പുറത്ത് പറയാൻ പറ്റിയ പേര്. അപ്പൊ ഞാൻ ചെയ്യുന്ന കോണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മ്യൂസിക് പ്രൊഡ്യൂസർ ആണ്. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസും ഇടാറുണ്ട്. ട്രിവാൻഡ്രത്തിനാണ് വരുന്നത്. ട്രിവാൻഡ്രത്ത് നെയ്യാറ്റിങ്കര. എന്തെങ്കിലും പേര് റിവീൽ ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? ഇതുവരെ പ്ലാൻ ഇല്ല. ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ. അപ്പൊ കല്യാണം കഴിക്കുമ്പോ പെണ്ണിന്റെ പേരിന്റെ കൂടെ വേർഡ്സ് എന്തിടും? ചോദിക്കുമ്പോ എല്ലാം ചോദിക്കണ്ടേ? ചെവിയില് ആ സമയം. എന്റെ പേര് യദു, ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ക്രിയേറ്റർ ആണ്. പിന്നെ കൂടുതലും കോമഡി കണ്ടന്റ്സ് ആണ് ചെയ്യാറ്. പിന്നെ എന്റെ വീട് നെടുമങ്ങാടാണ്. നെടുമങ്ങാട് ക്ലബ്ബായിട്ട് വരും. ഇവര് കപ്പിളാണ്. ഹസ്ബൻഡ് ഒരു ഡൗട്ട് ഇങ്ങനെ നോക്കിട്ട് അതോ ഇനി ഞങ്ങളെ പറ്റിക്കുമായിരുന്നോ യൂട്യൂബിലും ഇൻസ്റ്റയിലും കൂടെ? ഓക്കെ, അഷ്കറിന്റെ വൈഫിന്റെ പേര്? എന്റെ ഇൻസ്റ്റ ഐഡി ചിന്നു ലല്ലു എന്നാണ്. ഞാനൊരു ഞാനൊരു ബിസിനസ് വുമൺ ആണ്. 3 years ആയിട്ട് ഞാൻ ഹെയർ കെയർ ഓയിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ അടിപൊളിയായിട്ട്. എല്ലാരും അടുത്ത ചോദ്യം ചോദിക്കുന്ന മുടി ഒന്ന് കാണട്ടെ എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മുടി കാണിച്ചു കൊടുക്കും. അതെ, കാണിച്ചു കൊടുക്കുക. ഹെയർ ഓയിൽ ആണ് അല്ലേ? ഹെയർ ഓയിൽ. നൈസ്. എന്റെ പേര് നന്ദു എന്നാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഈ സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്തൊക്കെ പോയിട്ട് സ്ട്രീറ്റ് വീഡിയോഗ്രാഫി ചെയ്യുന്ന ആളാണ്. അങ്ങനത്തെ ആൾക്കാർക്ക് പോയിട്ട് അവരൊരു 30 സെക്കൻഡ് റീൽസ് ആക്കി കൊടുക്കും. അങ്ങനെ ചെയ്യുന്ന ആളാ. എന്റെ പേര് വന്നിട്ട് ഇൻസ്റ്റയിൽ വന്നിട്ട് ദ നെയിം ഈസ് നന്ദു. നന്ദു. അപ്പൊ ഇവിടുത്തെ റീൽ ചെയ്യോ ഈ എപ്പിസോഡിന് മൊത്തം? നമുക്ക് വേണമെങ്കിൽ ശ്വേത ചേച്ചിയുടെ റീൽസ്. പൊളി, അത് നൈസ് ആയിരിക്കും. അപ്പൊ ഇന്ന് ശ്വേത ചേച്ചിയുടെ റീലായിരിക്കും ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. അപ്പൊ ഇവര് ഇവിടെ വന്ന സ്ഥിതിക്ക് എന്തായാലും ഇവിടെ പെർഫോമൻസും കൂടെ കണ്ടതിന് ശേഷം നമുക്ക് ഇവരെ സീറ്റിലേക്ക് വിടാം. നമുക്ക് അഷ്കറിന്റെ പെർഫോമൻസ് ആദ്യം തുടങ്ങാം. വായോ, ഇങ്ങോട്ട് വായോ. എന്നാ ചെയ്യാൻ പോകുന്നേ? ഞാൻ ഇപ്പൊ ചെയ്തിട്ട് കുറെ നാളായി. പിന്നെ ഇപ്പൊ ഇവിടെ ട്രൈ ചെയ്യുന്നു. അടിപൊളിയല്ലേ? നമ്മുടെ വിനായകൻ ചേട്ടനില്ലേ? വിനായകൻ ചേട്ടൻ ദുബായിലോട്ട് വിളിക്കുവാണ്. നമ്മുടെ ഗംഗയുടെ കൃഷ്ണനെ ദുബായിലോട്ട് വിളിക്കുവാണ്. അപ്പൊ ദുബായിലെ ഫോൺ സ്വിച്ച് ഓഫ് ആകുമ്പോൾ അവിടെ ഒരു അറബിയാണല്ലോ പറയുന്നത്. അപ്പൊ വിനായകൻ ചേട്ടന്റെ ഒരു പ്രതികരണം എങ്ങനെ ആയിരിക്കും എന്ന് നോക്കാം.
നല്ല കൃഷ്ണ ഞാനവിടെ ഗംഗയാണ് إن الهاتف المتحرك الذي تلقته المغرب يرجى الاتصال لاحقا في معوبات شكرا ആശാനെ അറബിയാണ് പറയണത്. പരാക്രമം പറഞ്ഞിട്ടാണ് ഫോൺ വെച്ചത്. ആശാനെ പരാക്രമം പറഞ്ഞ് ഫോൺ വെച്ചത്. ഞാനിപ്പോ ആശാന്റെ അടുത്ത് എത്തില്ല. ഞാൻ സേഫാണ് ആശാനെ. താങ്ക് യു. ഇനിയുണ്ടോ അടുത്തത്? ഇനി ആരുടെ അപ്പൊ അടുത്തത് നമ്മുടെ കൊറോണ സമയത്ത് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ വായിൽ പല്ലുകളില്ലാത്ത നമ്മുടെ സ്വന്തം കലാകാരൻ ആരായിരിക്കും? നമ്മുടെ സിനിമ ശശി ചേട്ടൻ? ഓ ശശി ചേട്ടന്റെ ഇപ്പൊ എല്ലാരും ചെയ്യുന്ന അമർ അക്ബർ അന്തോണിയിലെ പച്ചക്കോളറി ചുമന്ന മുത്ത്. ഞാൻ അതിൽ നിന്ന് മാറ്റി ആമേൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു പൊതിയും കൊണ്ടുവരുന്ന സീൻ, എപ്പിക് സീൻ. ചെയ്യാം. ഓൾറൈറ്റ്. കുറച്ച് മീനാ താന്തമ്മച്ചി, കൊടമ്പുളിയിട്ട് വെച്ചാ മതി, കലക്കും. കായലിന്നാണോ? അല്ല, സെപ്റ്റി ടാങ്കിന്ന് ചൂണ്ടയിട്ട് പിടിച്ചതാ. അക്കി ബ്രോ, അടുത്ത അക്കി ബ്രോന്റെ. ബ്രോ എന്താ ചെയ്യുന്നേ? ഞാൻ പമ്പില് നൈറ്റ് ഷിഫ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. എവിടെ? ഏത് പമ്പില്? അമ്പലപ്പുഴ കാക്കാനം പമ്പിൽ അവിടെ വരെ പോവാന്നുള്ളത് മെനക്കേടാണല്ലോ. വന്നാ മതി, ഫുൾ ടാങ്ക്. തിരിച്ചാ വരുമ്പോ തീരില്ലേ? വീണ്ടും ഞാൻ അങ്ങോട്ടേക്ക് വരണ്ടേ? ഈ അപ്പോഴും എക്സ്പ്രഷൻ കണ്ടോ? ഇത് എങ്ങനെ ഇത്ര എക്സ്പ്രഷൻസ് ഉണ്ടെന്നുള്ളത് ആരെങ്കിലും പറഞ്ഞാണോ അതോ എപ്പോഴെങ്കിലും കണ്ണാടി നോക്കി സംസാരിച്ചപ്പോഴാണോ? തനി ഇങ്ങനെ വന്നേണത്. അല്ല, ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ട്, നീ എന്തിനാ ഇത്ര ആക്ഷൻ ഇടുന്നേ? അമ്മ പറഞ്ഞു, നീ എന്താണ് ഇത്രയും കോപ്രായം കാണിക്കുന്നത് ചോദിക്കുന്നത്. അത് കണ്ടപ്പോ ഞാൻ നോക്കിയപ്പോഴേ കണ്ണു നോക്കി വീട്ടിലായിരിക്കും ഉള്ളേ? വീട്ടിലെ അച്ഛനമ്മ, അനിയത്തി, അച്ഛനമ്മ, പിന്നെ ഞാൻ. അച്ഛനമ്മ അനിയത്തി, അച്ഛനമ്മ ഞാനത്. അച്ഛന്റെ അമ്മ, അച്ഛന്റെ അമ്മ, അച്ഛമ്മ. അച്ഛമ്മ. അനിയത്തി എന്നെ ചെയ്യുവാ? അനിയത്തി MSc. അനിയത്തിക്ക് ഇതുപോലെ എക്സ്പ്രഷൻസ് അല്ലോ? അവള് ഇങ്ങനെ ഒരേ എക്സ്പ്രഷൻ അല്ല, അവള് എസ്തെറ്റിക്. അവള് ഇങ്ങനെ ക്യാമറ ഉണ്ടോട്ടെ ഇങ്ങനെ അപ്പൊ അളിയനോ? അല്ല, എന്തിനാ വെറുതെ. അവൻ സന്തോ ഇപ്പൊ നമ്മുടെ ടീം. ഓക്കെ, അപ്പൊ നമുക്ക് എപ്പിസോഡ് തുടങ്ങിയാലോ? ഉഷാറല്ലേ? ഫുൾ പവർ. എവിടെ ഈ നോബിച്ചേട്ടൻ? എവിടെ പോയി? കൊറേ വരാന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ. ചേട്ടന്റെ വണ്ടിയുടെ ഹോൺ. നോബിച്ചേട്ടൻ ഇവിടെ എന്തിനും ബോംബ് ഇറക്കാനുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ അവിടെ പോകാമായിരുന്നു. ഹലോ നോബി, എന്താ ഈ പേപ്പർ? ഇതോ പേപ്പേഴ്സ് എന്താ ചേച്ചി? അതെന്താന്നറിയാമോ? ഈ ഫുൾ ടൈം ഇവിടെ ഇരുന്നിട്ട് കോമഡി പറച്ചില്ലേ, ഇതാവുമ്പോ രാവിലെ 5:30 മണിക്ക് പത്രം എടുത്തോണ്ട് അറിയാം, 7:30 മണിക്ക് പത്രം എടുത്ത് തീർത്തിട്ട് വേറെ ജോലിക്ക് പോ. ഹലോ സുഹൃത്തെ, നിങ്ങളതല്ലേ ഇവിടെ ചെയ്യുന്നത്? അപ്പൊ നിങ്ങൾ കൂടെ വന്നോളൂ എന്റെ കൂടെ. അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിയാണ്ട് ഒന്ന് പരിപാടി തുടങ്ങോ പ്ലീസ്. അയാളെ കൂടെ വിളിച്ചോ. 300 വീടുണ്ട്, 100 ഞാൻ ഇടാം, 100 ആ ചെളി ഇടും. അതിനോട് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഞാൻ ഒന്നും മിണ്ടുന്നില്ല. അതേറെ ഡയറക്ടർ പറഞ്ഞു, ഒന്നും ഉണ്ടല്ലേ വെറുതെ ഇരിക്കണം, അതിനെ കൊണ്ടുപോകാൻ പറഞ്ഞു. അയ്യോ, തമാശ കളയട്ടാ. പക്ഷെ എന്റെ ദൈവമേ, അനൂജ് പറയണ ഉള്ള തമാശ കൊണ്ടുപോവാ ചേട്ടാന്ന്. ഇവള് പറയണ തമാശ കളഞ്ഞിട്ട് വരെ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് തന്നെ ചേച്ചി. സത്യം. ഡയാൻ എന്നെ കൂടെ ഞാൻ കൊണ്ടുപോയാ. അയ്യോ, ഞാനൊന്നും വരുന്നില്ല. എനിക്ക് രാവിലെ എഴുന്നേറ്റിട്ട് പത്രം ഇടാൻ പോകുന്നത്. രാവിലെ ആൾക്കാർക്കിടയിലേക്ക് വാർത്ത എത്തിക്കുന്ന ഒരു പരിപാടിയല്ലേ, അത് ചെയ്ത കുഴപ്പം. ഈ വാർത്ത എത്തിക്കുന്ന കാര്യം പറഞ്ഞപ്പോ ചെറിയൊരു ഈഗോ ഇവിടെ അടിച്ചു കേട്ടോ. എനിക്കോ? ന്യൂസ് എത്തിക്കണ സംഭവം മെയിൻ ആയിട്ട് പുള്ളിക്കാരിയാണ്. അങ്ങനെ അതായത് ഈ കാസർഗോട്ടത്തെ തിരുവനന്തപുരത്തെ കൊതിയുന്നോണ ഈ ശ്രീവിദ്യ വന്ന് ഇതിന്റെ അടുത്ത് പറയും. ഏത്? ഡയാന്റെ അടുത്ത്. അതാ ചിമ്മിനി കണ്ടോണ്ട് ഇങ്ങനെ കേട്ടിട്ട് അത് ചെന്ന് ഇതിന്റെ അടുത്ത് പറയും. ഇത് അവിടെ ഇരുന്നോണ്ട് മൊത്തം കേൾക്കും. ഞാൻ ചെറുതായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ. അവിടെ നിന്ന് അവിടെ പറയുന്നു, ആ കൊതിയുന്നോണ ഇവിടെ പറയുന്നു. ഇത് ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് അവിടെ ചെല്ലും. അത് ബ്രേക്ക് സമയത്ത് പക്ക അവിടെ നിന്നോണ്ടിരിക്കും. ചേച്ചി അതിന്റെ അടുത്ത് നിന്ന് ഇത് ഇംഗ്ലീഷിൽ പറയും. ഈ കൊതിയുന്നോണെ അത് ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കും. ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കും. ഡൗട്ട് ചോദിച്ചോട്ടെ, അപ്പൊ ഇംഗ്ലീഷിൽ പറഞ്ഞപ്പോഴ് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായത്? അതന്നെ. എടാ, ഇംഗ്ലീഷിൽ പറഞ്ഞാലും കൊതിയും നുണയും പറയുമ്പോ അവരെ മുഖം കണ്ടാൽ എനിക്ക് മനസ്സിലാവും. കറക്റ്റ് എന്റെ ബിന്ദു മാമിയുടെ മുഖം. അതായത് ബിന്ദു അവര് എന്റെ സ്വന്തം മാമി ഭയങ്കര കൊതിയും നുണയും പറച്ചില്ലല്ലേ. ഞാൻ ആലോചിക്കണം, ഇത്രയും നാള് ബോംബെ പോയിട്ട് ആ ബിന്ദു മാമിയുടെ മുഖം ഇതിനെങ്ങനെ കൊതിയും നുണയും പറയുന്ന മുഖം കേട്ടാ. പറയുന്ന എല്ലാ കാര്യവും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. യഥാർത്ഥത്തിൽ ഞാൻ പത്രം പരിപാടിയല്ല, ഇത് കുറച്ച് ആൻസർ പേപ്പറാണ് കേട്ടാ.
ഇത് PSCയുടെ ആൻസർ പേപ്പർ. PSCയുടെ ഇത് PSCയുടെ ആൻസർ. എനിക്ക് തോന്നുന്നു ഇത് നോക്കിയ ആള് ദേഷ്യം കൊണ്ട് കളഞ്ഞിട്ട് പോയത്. അതങ്ങനെ ചിലരുണ്ടെന്നാ. ബോധമില്ല, വിവരമില്ല, വിദ്യാഭ്യാസം വെറുതെ പോയി PSC എഴുതും. കിഴങ്ങുകൾ. അങ്ങനെ ഈ ബോധം വിവരമില്ലാത്ത പേര് ഞാൻ പറയട്ടെ. എല്ലാത്തിന്റെ പേര് പറ. ഞാൻ പറഞ്ഞുതരാം. ശ്രീവിദ്യ മുല്ലശ്ശേരി, ഡോക്ടർ ഓഫ് കരിച്ചേരി കുഞ്ഞമ്പു നായർ. കീലേരി അച്ചുവിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ളതാണ് രണ്ടുപേരും. ഗ്രൂപ്പാണ്. അതിന്റെ ഇടയിൽ ചെന്ന് കയറി കൊടുക്കണം. ആളുടെ ചോദ്യ പേപ്പർ ഞാൻ കേൾക്കട്ടെ. അഖിലക്കം. പ്രതീക്ഷിച്ചില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ചു. വീണ്ടും ഉണ്ട് ഡയാന തിരുമംഗലം. ക്യൂട്ട് മുഖവും മ്യൂട്ട് മൈൻഡും. ഉഗ്ര ആൻസർ കേട്ടാ. ഈ അലീന എഴുതിയ പേപ്പർ ഒന്നും ഇല്ലേ? എലീനാണോ അലീനാണോ? സോറി എലി. അത് തന്നെ പറയാത്ത വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരാ ഇവിടെ ഉള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. എലീന എന്ന് പറയുന്ന കുട്ടിയുടെ ഇംഗ്ലീഷ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ കുട്ടി എഴുതിയത് ഇംഗ്ലീഷിലാണ്. അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ അമേരിക്ക ലയിച്ചൊക്കെയാണ്. ഇവിടെ ആർക്കും മനസ്സിലാവില്ല ആ ഇംഗ്ലീഷ്. എന്താണ് കുട്ടി നീ പറയണത്? റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആയിരിക്കും. തല പുകഞ്ഞ് ഭ്രാന്തെടുത്തു. അതുകൊണ്ട് ആ പേപ്പറില്ല. എന്നാലും നിങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം, ഒരു ഉത്തരം എഴുതുമ്പോൾ ചേച്ചി ഒരു ഇത് വേണ്ട ചേച്ചി. ഈ PSC എന്ന് പറഞ്ഞ പ്ലാൻ ചെയ്ത് പോണ്ടേ. ഇവർ ആൻസർ എന്റെ നമുക്കിത് ഓരോന്ന് ഇവരുടെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കറക്റ്റ് പിടിച്ചാണ്. ആദ്യത്തെ ചോദ്യം എന്താണെന്ന് അറിയാമോ? ഈ അഖിലിന്റെ ആന്റി വൈറസ് എന്നാൽ എന്താണ് ചേച്ചി? ആദ്യത്തെ ചോദ്യം ആന്റി വൈറസ് എന്നാൽ എന്താണ്? ഞാൻ എഴുതിയല്ല. എന്താ എഴുതി? ഏതോ ഒരു ആന്റി വളർത്തി വലുതാക്കിയ വൈറസ് ആണ് ആന്റി വൈറസ്. മണ്ടൻ, മരമണ്ടൻ. മണ്ടൻ. ഹലോ, അവനെ മണ്ടാന്ന് വിളിച്ചല്ലേ? നീ പറ. പഴയ വീട്ടിൽ ഒരു ആന്റിന ഉണ്ടാവൂലേ, അതിലുണ്ടാകുന്ന വൈറസ് ആണ് ആന്റി വൈറസ്. എങ്ങനെയാ? ഹെൽമെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ 2 ഇടി ഇതിനകത്ത് ഇടിക്കായിരുന്നു. നോബി ചേട്ടൻ പറ, എന്താ ഈ ആന്റി വൈറസ്? ഇതൊക്കെ അറിയായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്ന് ഇവിടെ ഇരിക്കുവോ? എന്റെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളില് എന്റെ മോനെ കൊണ്ടായിട്ട് വീട്ടിൽ പോയി വൈഫിന്റെ സാരിയും കഴുകി കൊടുത്തിട്ട് 3:30 എന്റെ മോനെ വിളിച്ചോണ്ട് ഞാൻ വീട്ടിൽ അടുത്തല്ലേ ശ്രീവിദ്യ, ഡോക്ടർ ഓഫ് കുഞ്ഞമ്മ നായർ. കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് പറഞ്ഞതാര്? ഉയ്യോ, അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഇത് അറിഞ്ഞില്ലെങ്കിൽ ഞാൻ ഒരു മലയാളി എന്ന് പറഞ്ഞതിൽ വല്ല അർത്ഥം പറഞ്ഞു കൊടുക്കുമോളെ. ആരാണെത്തു ഭ്രാന്തൻ? ആൻസർ കേട്ടാ. തയ്യാറാണ്? ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം കേൾക്കണം. അരിമ്പാറ പൊട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഞാൻ കറക്റ്റ് ആയിട്ടല്ലേ എഴുതിയത്? കറക്റ്റ് കാര്യങ്ങളാണ് എഴുതിയത്. അരിമ്പാറ പൊട്ടിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ എല്ലാരും ദൂരെ ചെന്ന് നിൽക്കണം. വലിയ ശബ്ദത്തിൽ ഭയങ്കര സ്ഫോടനത്തിലായിരിക്കും, ചെവിക്കെല്ലാം അടിച്ചു പോകും. അത് ശ്രദ്ധിക്കണം. പിന്നെ ഈ പൊട്ടിക്കുന്നതിൽ വലിയ കല്ലുകളുണ്ടല്ലോ, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ മാർബിളായിട്ട് ഉപയോഗിക്കാം. പിന്നെ ചെറുതൊക്കെ ഉള്ളത് ചെറുതൊക്കെ സ്ലാബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചല്ലിയിട്ട് ഉപയോഗിക്കാം. ഇതെന്ത് വ്യക്തം സ്പഷ്ടമാണ് എഴുതിക്കുന്നറിയോ? കറക്റ്റ് ഉത്തരവല്ലേ? എന്റെ പൊന്നെ, അരിമ്പാറ കണ്ടിട്ടുണ്ട്. പിന്നെ അരിമ്പാറ കണ്ടിട്ടില്ലേ എല്ലാരും? അരിമ്പാറ എല്ലായിടത്തും ഉണ്ട് അരിമ്പാറ. എന്റെ ഡയാന കഴുത്തിന്റെ സൈഡ് കണ്ട ചെറിയൊരു മാല, പാലുണ്ണി. ഇതാണ് അരിമ്പാറ. പാലുണ്ണി, അത് പാലുണ്ണിയല്ലേ? അതെ. സിനിമയിൽ അഭിനയിക്കുന്നു, പരസ്യത്തിൽ അഭിനയിക്കുന്നു. ഇത്രയുള്ള കൊച്ചു അരിമ്പാറയുടെ പാലുണ്ണി ആൻസർ ആണ് അല്ലേ? അവനൊക്കെ അവിടെ എക്സ്പ്രഷൻ പിള്ളേർ എന്താ പൊന്നട. അയ്യോ അല്ല നോജടാ, നോജടാ ഇതുവരെ പഠിച്ചു. ബികോം വരെ പഠിച്ചാ? എന്നിട്ട് അതിന്റെ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ ബികോം പഠിച്ചിട്ട്. പറഞ്ഞു തീരട്ടടാ ഒരാളെ എക്സ്പ്രഷൻ. ഞാൻ പറഞ്ഞു തീരും മുമ്പേ കയറി ചാടരുത്. ബി കോംപ്ലക്സ് കാരണം വായിൽ പുണ്ണായിരുന്നു, വാ പൊള്ളലായിരുന്നു. അതുകൊണ്ട് സ്കൂളിൽ പോയില്ല, വായിക്കാൻ പറ്റൂല. അല്ല എന്നാ വായിക്കണ്ട, മറ്റേ മനസ്സിൽ പഠിച്ചാ പോരാ. ഇല്ല, ചൂട് കഞ്ഞി ഞാൻ പിന്നെ അങ്ങനെ കുടിക്കും. വാ പൊള്ളി ഇരിക്കുമ്പോ നീ കുടിക്കും എന്റെ കഞ്ഞി. കൊണ്ട് കൊടുക്കാം, അത് തന്നെ നല്ലത്. പോലെ പോലെ പോലെ. ഇല്ലടാ പോണില്ലടാ, നിന്റെ അടുത്തൊരു കാര്യം ചോദിച്ചിട്ടേ പോ. നീ സ്ഥിരം രാവിലെ റോസാപ്പൂവും കൊണ്ട് എവിടെ ഇറങ്ങി പോണത്? ഒരു റോസാപ്പൂ കൊണ്ട് ആവശ്യമില്ലാത്ത പറഞ്ഞോട്ടേക്കരുത്. ഞാൻ മാതാവിന്റെ ഇവിടെ മെഴുകുതിരി കത്തിച്ചിട്ട് ഈ റോസാപ്പ് അവിടെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് പോരും. മാതാവിന്റെ ഇവിടെ മെഴുകുതിരി കത്തിച്ചിട്ട് ഈ റോസാപ്പ് അവിടെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് പോരും. ആണല്ലേ? ആ മാതാവും അതിന്റെ പിതാവും അതിന്റെ കൂടെ അതിന്റെ കുറച്ച് ബന്ധുക്കളും കൂടെ നിന്റെ വീടിന്റെ ഫ്രണ്ട് ഇരിക്കുന്നു. പിന്നെ പ്രശ്നമാവും. നീ പേടിക്കണ്ട. ആ കൊച്ചിനെ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ആ കൊച്ചുകൂടെ വന്നിട്ട് എന്തിന് അവിടെ നിക്കട്ടെ, ഇരുട്ടത്ത് നിക്കട്ടെ. ഇവന്റെ 2 ചലി കൗണ്ടർ അടിക്കൂലേ, അത് കേൾക്കുമ്പോ നീ ബ്രേക്ക് പറഞ്ഞ അതൊക്കെ പൊയ്ക്കോളും. പിന്നെ ആ കൊച്ചു സിവിലാണ്. ആര് പറഞ്ഞു? ഇവനാണ് ഫുൾ ടൈം സിവില്. നീ വന്നു നോക്ക്. പോലിക്കോട്ട് കലങ്ങിന്റെ അവിടെ. ഓ ചേട്ടാ ഇത്രയും ആൾക്കാർ കാണുന്ന പരിപാടിയിൽ ഞങ്ങൾ അങ്ങനെ ഇൻസൾട്ട് ചെയ്തു പോകുന്ന ഭയങ്കര മോശമാണ് കേട്ടോ. ഭയങ്കര മോശമാണ്. ഞങ്ങൾ അത്ര മണ്ടന്മാരൊന്നും അല്ല. അത് സത്യസന്ധമായ കാര്യമാണ്. സീരിയസ് ആയിട്ട് മണ്ടന്മാരല്ലെന്ന് ഞങ്ങൾ ആരും മണ്ടന്മാരല്ല. ഇത്രയൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. കേക്കണം. എന്റെ അപ്പൂപ്പൻ
അച്ഛൻ്റെ അച്ഛൻ എനിക്ക് തോന്നുന്നു ഒരാഴ്ച ആയി കാണും, മരിച്ചു. വയസ്സായി, പുള്ളി മരിച്ചു. ഇപ്പം മരണം അറിയിക്കണത് സോഷ്യൽ മീഡിയയിലൂടെയാണല്ലോ. നമ്മളെല്ലാവരും ഇൻസ്റ്റാഗ്രാം വാട്സപ്പിലൊക്കെ ആണല്ലോ. ഇൻസ്റ്റാഗ്രാമിലിട്ടിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ അപ്പൻ്റെ ഫോട്ടോ ഇട്ടിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ അപ്പ യാത്രയായിരുന്നു. അതിൻ്റെ താഴത്തെ ഫസ്റ്റ് കമന്റ് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമോ? ഹാപ്പി ജേണി അപ്പൂപ്പാന്ന്. അത് ഇട്ടതാരാണെന്ന് അറിയോ? എന്റെ കൂട്ടുകാരി. കിഴങ്ങിയെന്ന്. ഹലോ ഹലോ, ഇയാൾ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. എന്റെ തൊട്ട് താഴെ ഡയാനയുടെ ഒരു കമന്റ് ഞാൻ എഴുതിയെന്നറിയാമല്ലേ, എന്റെ അപ്പൂപ്പ യാത്രയായിരുന്നു. പിള്ളേന്റെ തന്നെ അപ്പൂപ്പ തിരിച്ചു വരുമ്പം പാവാടയും ബ്ലൗസിന്റെ തുണിയും കൂടെ എടുത്തോണ്ട് പറഞ്ഞേ. നോക്കി നമുക്ക് അങ്ങോട്ട് പോയാലോ? ഇതിങ്ങനെ വെച്ചിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുമോ? മതി. നമുക്ക് പോവാല്ലേ? ബാക്കി പരിപാടി നടക്കട്ടെ. അണ്ണ എവിടെ പോണ? എവിടെ പോണ? ഞാൻ ഇതിന് വെഞ്ഞാറൂടി ചന്തയെ കൊണ്ട് കൊടുത്തിട്ട് ഇത്തിരി അവല് കിട്ടുമോ?